ഇന്നൊരു നാരങ്ങാച്ചാറിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ നല്ലെണ്ണ ഒഴിച്ചു. ഇതിലേക്ക് കടുകും ഉലുവയും വറ്റൽമുളകും ഉപ്പും കൂടെ ഇട്ടിട്ട് വറുത്തെടുക്കുക. അതൊന്ന് വറുത്ത് വരുമ്പോഴേക്കും അതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കുക. എന്നിട്ട് വറുത്തെടുത്തതിന് ശേഷം അതൊന്ന് തണുക്കാൻ വെക്കണം. തണുത്തതിന് ശേഷം നമ്മളതൊന്ന് അടിച്ചെടുക്കേണ്ടതാണ്. ഇനി അല്പം നല്ലെണ്ണയിൽ നമ്മൾ വെളുത്തുള്ളി കൂടി വഴറ്റി എടുക്കേണ്ടതാണ്. ഇവിടെ നമ്മൾ 3 നാരങ്ങ വെച്ചുണ്ടാക്കുന്ന അച്ചാറിനുള്ള ക്വാണ്ടിറ്റി മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇനി നമ്മൾ വെള്ളത്തിൽ ഉപ്പിട്ട് 3 നാരങ്ങ വേവിച്ചെടുത്തു. എന്നിട്ട് ഈ നാരങ്ങയുടെ വെള്ളമൊന്ന് മാറാൻ വേണ്ടി നമ്മളൊരു തുണിയിട്ട് തുടച്ചെടുക്കുക. എന്നിട്ട് ഇത് ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുക്കേണ്ടതാണ്. ഇനി നമ്മൾ ചെയ്യേണ്ടത് നേരത്തെ തണുക്കാനായിട്ട് കൂട്ടി വെച്ചിരിക്കുന്നുണ്ടല്ലോ, അപ്പം അത് നമുക്ക് അടിച്ചെടുക്കണം. അപ്പോൾ അതിന് മുൻപേ നമ്മൾ നല്ലെണ്ണയിൽ കുറച്ച് കായം ഇട്ട് വറുത്തെടുത്തിട്ട് അത് കൂടി കൂട്ടിലേക്ക് ആഡ് ചെയ്തിട്ട് അടിച്ചെടുക്കുക. ഇനി വശക്കി വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയിലേക്ക് അടിച്ചെടുത്ത കൂട്ടും അരിഞ്ഞു വെച്ചിരിക്കുന്ന നാരങ്ങ ആഡ് ചെയ്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ഒരു അല്പം വിനാഗിരി കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അതും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്കിതൊരു കുപ്പിയിലാക്കി വെക്കാം. ഒരാഴ്ച കഴിഞ്ഞിട്ട് ഇതെടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ അതിൻ്റെ ഉപ്പും എണ്ണയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ എല്ലാവരും എന്തായാലും ഈ നാരങ്ങാച്ചോറൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് അഭിപ്രായങ്ങൾ കമൻസിലൂടെ നിങ്ങൾ അറിയിക്കാനും മറക്കരുത്. ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ താഴെ കാണുന്ന റെഡ് കളർ സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക. കൂടെയുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ ഇനി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്. ഇനി അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ.